മാർപ്പാപ്പ പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, പെസഹ വ്യാഴാഴ്ച കാല് കഴുകി മുത്തൽ. ആ കാല് കഴുകി മുത്തൽ 12 പുരുഷന്മാരുടേതാണെന്ന് ആയിരുന്നു ആദ്യം. നിയമം മാറ്റി 12 പേർ. എൻ്റെ മാർപ്പാപ്പ തന്നെ ജയിലിൽ പോയി സ്ത്രീകളുടെ കാല് കഴുകി മുത്തി. ലത്തീൻ രീതിയിലുള്ള എല്ലാവരും സ്ത്രീകൾ, അച്ഛന്മാർ സ്ത്രീകളുടെ കാല് കഴുകി മുത്തിയിട്ട് ഒരു കുഴപ്പമില്ല. സീറോ മലബാർ വൈദിക സഭ തീരുമാനമെടുത്ത് മൗണ്ടിൽ നിന്ന്, എന്താ, ഞങ്ങൾ പൗരസ്ഥരാണ്, ഞങ്ങൾ സ്ത്രീകളുടെ കാലിൽ ചുംബിച്ചാൽ അതിലേക്ക് അങ്ങനെ ഗർഭം ധരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഒരു സീറോ മലബാർ സഭ. വേണ്ട, നമ്മൾ സ്ത്രീകളുടെ കാല് കഴുകി മുത്തണ്ട. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച നമ്മുടെ യോയോ എന്ന് പറയുന്ന നമ്മുടെ പനവേലി, ജെയിംസ് പനവേലി അച്ഛൻ, അവിടെയുള്ള ഫാമിലി യൂണിറ്റിന്റെ 10 പേര്, പെണ്ണുണ്ട്, ആണുണ്ട്, എല്ലാവരും ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, വല്യമ്മമാരുണ്ടല്ലോ, എല്ലാവരും കാല് കഴുകി മുത്തി. ഒരു കുഴപ്പമുണ്ടായില്ല, ആർക്കൊരു കുഴപ്പമുണ്ടായില്ല. നിങ്ങൾക്ക് മനസ്സിലായ? ഇനി ഫ്രാൻസിസ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, ജോസഫ് റാറ്റ്സിംഗർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുകൊണ്ട് ഔസേപ്പിതാവിനെ നമ്മുടെ കുർബാനയിൽ ഔസേപ്പിതാവിന്റെ പേര് പറയണമെന്ന് പറഞ്ഞു. നമ്മുടെ മൗണ്ടിൽ ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും എതിർത്തു. ഞാനന്ന് CLC എന്ന് പറഞ്ഞാൽ സംഘടനയല്ല, സെൻട്രൽ ലിറ്ററേച്ചർ കമ്മിറ്റിയിലുണ്ട്. ഞങ്ങളവിടെ ചർച്ച ചെയ്ത് ഈ കൽദായക്കാരെ ചൊട്ടയ്ക്ക് സമ്മതിക്കില്ല. ഔസേപ്പിതാവിന്റെ പേര് പറയാൻ പറ്റില്ല. മാതാവിന്റെ പേര് പറഞ്ഞു, ഔസേപ്പിതാവിന്റെ പേര് എന്തോ അലർജി ഔസേപ്പിതാവിനോട്. നിങ്ങൾക്ക് മനസ്സിലായോ? പണ്ടത്തെ ആബേലച്ചന്റെ പാട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ, കന്യ അതിന്റെ മറുപടി എന്താ പറയുന്നത്?